നമസ്കാരം. പ്രവാസികളെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ കുടിയേറ്റ വിരുദ്ധരെന്ന് വിശേഷിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടി AfD മേക്ലൻബർഗ് വെസ്റ്റേൺ പൊമറേനിയൻ സംസ്ഥാനത്ത് 37% മുന്നിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ജർമ്മൻ സംസ്ഥാനമായ മേക്ലൻബർഗിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD എതിരാളികളെക്കാൾ വളരെ മുന്നിലാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനമായ ഇവിടെ തെരഞ്ഞെടുപ്പിന് 7 മാസം ബാക്കി നിൽക്കെ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി വ്യക്തമായി മുന്നിലാണെന്ന് എതിരാളികളും സമ്മതിക്കുന്നു. ഫോർസ സർവേയിൽ AfD 37% മുന്നിലാണെന്നും സംസ്ഥാന മുഖ്യമന്ത്രി മാനുവേല ഷ്വേസിക് മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകൾ 23%ത്തിലും മധ്യ വലതുപക്ഷ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ 13%ത്തിലുമാണ് നിൽക്കുന്നത്. നിലവിൽ SPD-യുമായി സഖ്യത്തിൽ ഭരിക്കുന്ന സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് പാർട്ടിക്ക് 11% വോട്ടുകളാണ് ഉള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 20-നാണ് നടക്കുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാന പാർലമെന്റിലെ ഏറ്റവും വലിയ ശക്തിയായി AfD ഉയർന്നുവെങ്കിലും എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും അതിനൊപ്പം പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. 2021 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ SPD 39.6% നേടി. CDU 16.7%വും FDP 13.3%വും നേടിയിട്ടുണ്ട്. അപകടകരമായ പദാർത്ഥങ്ങളുടെ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ബെർലിനിലെ റൈസ്ടാഗിൽ അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെ 80ഓളം അടിയന്തര ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. റൈസ്ടാഗ് കെട്ടിടത്തിലെ ഗ്യാസ് ഡിറ്റക്ടർ അലാറം പ്രവർത്തിച്ചതിനെ തുടർന്നാണ് അഗ്നിശമന സേനാംഗങ്ങൾ അന്വേഷണം നടത്തിയത്. അപകടകരമായ പദാർത്ഥത്തിന്റെ ഒരു ചെറിയ അളവ് ചോർന്നതായിട്ടാണ് അഗ്നിശമന സേനാ വകുപ്പ് വക്താവ് അറിയിച്ചത്. രാവിലെ 5:15ഓടെയാണ് ഓട്ടോമാറ്റിക് അലാറം പ്രവർത്തിച്ചത്. ഒന്നിലധികം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് മാർച്ച് മുതൽ അവരുടെ കുട്ടികളുടെ ആനുകൂല്യം, അതായത് കിൻഡറുകളുടെ സ്വയമേവ ലഭിക്കും. എന്നാൽ ആദ്യമായി മാതാപിതാക്കളാവുന്ന ആളുകൾക്ക് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരും. ജനനത്തിന് ശേഷം ഇനി പേപ്പർ വർക്കുകളുടെ സമ്മർദ്ദം ഉണ്ടാകില്ല. ഭാവിയിൽ കുട്ടികളുടെ ആനുകൂല്യം സ്വയമേവ നൽകും. കുടുംബങ്ങൾക്ക് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. ധനമന്ത്രി ലാർസ് ക്ലിംഗ്ബൈൽ ഇതിനായി ഒരു കരട് നിയമം അവതരിപ്പിച്ചു. പുതിയ നടപടിക്രമം 2027 മാർച്ചിൽ പ്രാബല്യത്തിൽ വരും. പുതിയ നിയന്ത്രണം തുടക്കത്തിൽ ഒന്നിലധികം കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ബാധകമാകും. ഇതിനകം കുട്ടികളുടെ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവർക്ക് കുഞ്ഞിനുള്ള പണം സ്വയമേവ ലഭിക്കുകയും ചെയ്യും. ആദ്യമായി മാതാപിതാക്കളാകുന്നവർക്ക് 2027 നവംബർ മുതലാവും ആനുകൂല്യം ലഭിക്കുക. എങ്കിലും അധികാരികൾക്ക് ഇതിനകം തന്നെ ബാങ്ക് വിശദാംശങ്ങൾ നൽകിയിരിക്കണം. അക്കൗണ്ട് വിവരങ്ങൾ എൽസ്റ്റർ ടാക്സ് പോർട്ടൽ വഴി സമർപ്പിക്കാം. നിലവിൽ മാതാപിതാക്കളുടെ വരുമാനം പരിഗണിക്കാതെ തന്നെ ഒരു കുട്ടിക്ക് പ്രതിമാസം €259 ലഭിക്കുന്നുണ്ട്. 2025 17.57 ദശലക്ഷം കുട്ടികൾക്ക് €55 ബില്യൺ വിതരണം ചെയ്തത്. ജർമ്മനിയിലുടനീളം വീണ്ടും തണുപ്പും മഞ്ഞും പിടിമുറുക്കി. ഇത് അപകടകരമായ മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായി. ലോ പ്രഷർ സിസ്റ്റം യേൽ ജർമ്മനിയിലേക്ക് മഞ്ഞ് കൊണ്ടുവരികയും ചെയ്തു. 40 സെന്റിമീറ്റർ വരെ പുതിയ മഞ്ഞുവീഴ്ച ഉണ്ടായി. വ്യാഴാഴ്ച രാവിലെ മുതൽ തെക്ക് പടിഞ്ഞാറ് മഞ്ഞു മൂടിയ അവസ്ഥയിലാണ്. നിരവധി ജർമ്മൻ സംസ്ഥാനങ്ങൾ മഞ്ഞു മൂടി കിടക്കുകയാണ്. ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലും കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് സർവീസുകൾ റദ്ദാക്കപ്പെട്ടു. സാർലാൻഡിൽ പോലീസും രക്ഷാപ്രവർത്തകരും നിർത്താതെ പ്രവർത്തിക്കുകയാണ്. ഹെസനിൽ ട്രക്കുകൾ റോഡുകളിൽ കുടുങ്ങി. കാറുകൾ തെരുവുകളിൽ നിന്ന് തെന്നി മാറ്റപ്പെട്ടു. വരും മണിക്കൂറുകളിൽ നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ, റൈൻലാൻഡ് ഫാൽസ്, ബാഡൻ വുട്ടംബർഗ്, സാർലാൻഡ്, ഹെസൻ എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ച ഗണ്യമായി തീവ്രമായേക്കും. ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിലും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. വിമാനങ്ങൾ റദ്ദാക്കുന്ന ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിലെ പൊതു ഏജൻസികളിൽ സ്ഥാപനപരമായ വംശീയത നിലനിൽക്കുന്നതായി പഠനം കണ്ടെത്തി. ജർമ്മൻ പൊതു അധികാരികളുടെ വിവേചനം പലപ്പോഴും പരസ്യമായ മനോഭാവങ്ങളാൽ നയിക്കപ്പെടുന്നതിനേക്കാൾ പതിവ് തീരുമാനമെടുക്കലുകളിൽ ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് ഗവേഷകർ റിപ്പോർട്ട് ചെയ്തു. ഈ കണ്ടെത്തൽ പരിഷ്കാരങ്ങൾക്കായുള്ള ആഹ്വാനങ്ങൾ പുതുക്കി തരുന്നത് റേസിസം രൂപത്തിലാണ്. സഹായം തേടുന്ന ചിലർക്ക് ഭാഷ പലപ്പോഴും ഒരു തടസ്സമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും സർവേ തന്നെ വെളിപ്പെടുത്തി. FGZ എന്നറിയപ്പെടുന്ന ലൈപ്സിഷിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ കൊഹേഷനിലെ ഗവേഷകരാണ് തൊഴിൽ കേന്ദ്രങ്ങൾ, ഇമിഗ്രേഷൻ ഓഫീസുകൾ, പോലീസ്, കസ്റ്റംസ്, കോടതികൾ, ആരോഗ്യം, യുവജന പബ്ലിക് ഓർഡർ ഏജൻസികൾ, സാമൂഹിക പ്രവർത്തനം എന്നിവയുടെ 3 വർഷത്തെ അവലോകനത്തിന് ശേഷം കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത്. തീരുമാനങ്ങളിലെ വിവേചനാധികാരത്തിന്റെയും സംഘടനാപരമായ കാര്യത്തിലും എല്ലാ സ്ഥാപനങ്ങളിലും വംശീയ വിവേചനം നിലനിൽക്കുന്നുണ്ടെന്ന് പഠനത്തിൽ കണ്ടെത്തി. ഇത് വ്യത്യസ്ത രൂപങ്ങളിലും തീവ്രതയുടെ തലങ്ങളിലും സംഭവിക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. 13,000
30,000 ജീവനക്കാരിൽ നടത്തിയ ഒരു സർവേയിൽ പൊതുജനങ്ങളെ അപേക്ഷിച്ച് അധികാരികളിൽ വംശീയമായി വിവേചനപരമായ മനോഭാവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എങ്കിലും ഒരു ഉയർന്ന തലം കണ്ടെത്തിയില്ല, എന്നാൽ ഭാഗികമായി നിലനിൽക്കുന്നുണ്ട്. ഭാഷാ തടസ്സങ്ങൾ ഒരു പ്രധാന ഘടനാപരമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ടെന്നും അപേക്ഷാ നടപടിക്രമങ്ങളിലെ പിന്തുണ കേസിനെ ആശ്രയിച്ച് വ്യാപകമായി വ്യത്യാസപ്പെടുന്നുണ്ടെന്നും ഗവേഷകർ പറഞ്ഞു. ചില അപേക്ഷകർക്ക് മുൻകൈയെടുത്ത സഹായം ലഭിക്കുന്നുണ്ടെന്നും പരിമിതമായ ജർമ്മൻ വൈദഗ്ധ്യമുള്ള ആളുകളെ ചിലപ്പോൾ നിരസിക്കുകയോ അവരുടെ ഭാഷാ കഴിവാണ് പ്രശ്നമെന്ന് പറയുകയോ ചെയ്യുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജർമ്മനിയുടെ ആരോഗ്യ സംവിധാനത്തിൽ കറുത്തവരായവർക്ക് മിക്കയിടങ്ങളിലും വേർകൃത്യമുണ്ട്. പ്രത്യേകിച്ച് കൂടുതലായി നഴ്സിംഗ് മേഖലയിൽ ആണ് ഇത് കാണപ്പെടുന്നത്. പൊതുമനോഭാവങ്ങളിലെ പ്രാദേശിക വ്യത്യാസങ്ങളും വിശാലമായ സാമൂഹിക കാലാവസ്ഥയും ഭരണപരമായ പ്രയോഗത്തിൽ പ്രതിഫലിക്കുന്നുവെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഉദാഹരണത്തിനായി ജർമ്മൻ നഗരമായ ഹാനോയിൽ വംശീയ ഭീകരാക്രമണത്തിന്റെ ഇരകൾക്കുള്ള അനുസ്മരണ ചടങ്ങ് നടന്നു. 2020 വംശീയ ആക്രമണം രാജ്യത്തെ ഞെട്ടിച്ചു. മധ്യ ജർമ്മൻ നഗരമായ ഹാനോയിൽ 10 പേരുടെ മരണത്തിന് കാരണമായ വംശീയ ആക്രമണത്തിന് വ്യാഴാഴ്ച 6 വർഷം തികയുകയും ചെയ്തു. 2020 ഫെബ്രുവരി 19 43 വയസ്സുള്ള ഒരു ജർമ്മൻകാരൻ 2 സ്ഥലങ്ങളിൽ വെടിയുതിർത്തത് 8 പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊന്നു. അന്നത്തെ രാത്രിയിൽ ഉണ്ടായ പരിക്കുകൾ കാരണം 70 വയസ്സുള്ള ഒരാൾ കഴിഞ്ഞ മാസമാണ് മരിച്ചത്. ഇരകളെല്ലാം കുടിയേറ്റ പശ്ചാത്തലം ഉള്ളവരായിരുന്നു. അന്ന് ആക്രമണകാരി സ്വന്തം അമ്മയെയും വെടിവെച്ച് കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ പരാമർശം വന്നതിന് പിന്നാലെ ബ്രിട്ടീഷ് രാജകുടുംബാംഗവും അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ 2ാമത്തെ മകനുമായ ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസർ അറസ്റ്റിലായി. വ്യാഴാഴ്ച രാവിലെയാണ് പോലീസ് രാജകുമാരനെ അറസ്റ്റ് ചെയ്തത്. 66ാം ജന്മദിനത്തിലാണ് ആൻഡ്രൂ അറസ്റ്റിലായത്. സർക്കാരിലെ ഔദ്യോഗിക രേഖകൾ ജെഫ്രി എപ്സ്റ്റീന് കൈമാറിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് അറസ്റ്റ്. ആൻഡ്രൂ മൗണ്ട്ബാറ്റനെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് ഈ മാസം തന്നെ പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ സമ്മർദ്ദം ഉണ്ടായിരുന്നു. US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് പ്രതികരിക്കാൻ ബക്കിംഗ്ഹാം കൊട്ടാരം വിസമ്മതിച്ചെങ്കിലും സാക്ഷിമൊഴി നൽകുന്നത് ആൻഡ്രൂവിനും തടസ്സമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിലെ ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തിനിടയിൽ സുരക്ഷയ്ക്കായി മോദിയും മാക്രോണും ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും മറ്റു ഉന്നത നേതാക്കളും രാജ്യത്ത് നടക്കുന്ന ഉച്ചകോടിയിൽ കൃത്രിമ ബുദ്ധിയുടെ കാര്യത്തിൽ ശ്രദ്ധാപൂർവം സന്തുലിതാവസ്ഥ കാണിച്ചു. അതേസമയം മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ് തന്റെ പ്രകടനം റദ്ദാക്കി. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് സാങ്കേതിക വിദ്യ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കുന്നതിന് കൃത്രിമ ബുദ്ധിയുടെ ഭരണത്തിനും അതിന്റെ ജനാധിപത്യവൽക്കരണത്തിനും ഉത്തരവാദിത്തമുള്ള ചട്ടക്കൂടുകൾ വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ആവശ്യപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ലോകമെമ്പാടുമുള്ള സർക്കാരുകളുടെ AI ഉപകരണങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന സമയമാണിത്. അതേസമയം ന്യൂഡൽഹിയിൽ നടന്ന ആഗോള AI ഇമ്പാക്ട് ഉച്ചകോടി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. ഇവിടെ ആഗോള AI ആവാസ വ്യവസ്ഥയിൽ ഇന്ത്യ ഒരു കേന്ദ്ര കളിക്കളമാണെന്നും മോദി വാദിച്ചു. ഗാസയിൽ ട്രംപിന്റെ സമാധാന ബോർഡ് ഉദ്ഘാടന യോഗം ചേരും. US പ്രസിഡന്റ് ട്രംപ് തന്റെ സമാധാന ബോർഡിന്റെ ആദ്യ യോഗത്തിലേക്ക് അംഗങ്ങളെ ക്ഷണിച്ചു. നിരവധി രാജ്യങ്ങൾ പങ്കെടുക്കാത്തതിനാൽ പദ്ധതി അതിന്റെ US ആധിപത്യമുള്ള ഘടനയെയും ആഗോള അഭിലാഷങ്ങളെയും കുറിച്ച് ചോദ്യങ്ങൾ നേരിടുകയാണ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന സമാധാന ബോർഡിന്റെ ചാർട്ടറിൽ ആചാരപരമായി ഒപ്പുവെച്ചതിന് 1 മാസത്തിനു ശേഷം ട്രംപ് അതിന്റെ എല്ലാ അംഗങ്ങളെയും ഉദ്ഘാടന യോഗത്തിലേക്ക്, അതായത് വാഷിംഗ്ടണിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള നിലവിലെ ദുർബലമായ വെടിനിർത്തലിനപ്പുറം ഗാസ മുനമ്പിന്റെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്നതും മാനുഷിക സഹായം നൽകുന്നതുമാണ് പ്രധാന കാര്യം. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ബോർഡിന്റെ അംഗങ്ങൾ ഇതിനകം $5 ബില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ട്രംപ് അറിയിച്ചു. ബോർഡിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലും വിട്ടുനിൽക്കുകയാണ്. ക്ഷണിച്ച 60 രാജ്യങ്ങളിൽ 27 എണ്ണമാണ് ഇതുവരെ ക്ഷണം സ്വീകരിച്ചത്. ബൾഗേറിയ, ഹംഗറി, അൽബേനിയ, കൊസവോ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമാണ് ചേർന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടെ ഇറ്റലി, സൈപ്രസ്, ഗ്രീസ്, റൊമാനിയ, യൂറോപ്യൻ യൂണിയൻ എന്നിവ നിരീക്ഷകരായി ചേരാൻ തീരുമാനിച്ചിരുന്നു. അതായത് അവർ തീരുമാനമെടുക്കലിൽ പങ്കെടുക്കില്ല എന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.